അതെ, ഞാൻ റാഗി കൊണ്ട് ചെയ്യുന്ന ഒരു റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇത് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത് ഇസക്കാണേ. ഇത്തുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് റാഗിയല്ലേ, കൊച്ചുങ്ങൾക്ക് നല്ലതുമല്ലേ. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനത്തെ പഴങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. പാളയംകുടം പഴമൊന്നും അറിയത്തില്ലേ, ആ പഴമാണ് എടുക്കുന്നത്. അതിങ്ങനെ അവശതയായി കിടക്കുന്ന പഴങ്ങളെ ഞാനിങ്ങനെ എടുക്കും. അതിലാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു ബൗളിൽ കുറച്ച് ശർക്കര ചീകി ഇടുവേ. ശർക്കര നീരല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ചീകി ഇടുന്നതാണ്. ഈ പാളയംകുടം പഴത്തിലാണ് ഇത് കുഴഞ്ഞ് കിട്ടേണ്ടത്. ഈ പൊടിയും കൂടി ഇട്ടിട്ട്, റാഗിയുടെ പൊടിയും കൂടി ഇട്ട് പാളയംകുടം പഴത്തിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ ശർക്കര നീര് എടുക്കാത്തത്. അതിന് പകരം ശർക്കര ചീകി ഇടും. അത് നല്ല അഴുക്കൊന്നുമില്ലാത്ത ശർക്കര നോക്കി, അച്ചുവെല്ലാം ശർക്കരയില്ല, അങ്ങനത്തെയൊക്കെ ശർക്കരയാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് ഈ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ വെള്ളം ഉണ്ടാവില്ല, പാളയംകുടം പഴമാണ് ഇതിന് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അതിൻ്റെ ഒരു പുളിപ്പൊക്കെ ഉണ്ടാവില്ല, പഴത്തിനൊരു പുളിപ്പുണ്ടാവില്ലേ. അപ്പം അതിങ്ങനെ ഞാൻ ഉടച്ച് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഉടച്ച് ചേർത്തിട്ട് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ആ ശർക്കര പാകം നോക്കുക എന്തോരം വേണമെന്ന് മധുരത്തിന്. ഒരു കപ്പോളം ഞാൻ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് നോക്കി ഇടാൻ വേണ്ടി. അപ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലൂസും പാടില്ല, ഒരുപാട് ടൈറ്റും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇച്ചിരി കൂടി വേണ്ടി വന്നിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് തന്നെ കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇത്തിരി കൂടി വേണ്ടതായിട്ട് തോന്നിയത്. ഒരു 2 സ്പൂൺ 3 സ്പൂണോളം പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം ഇത്. ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ട് വീഴൂലേ, ബോൾസായിട്ട് വീഴുന്ന ലിക്വിഡിൻ്റെ ആ രൂപത്തിലല്ല, ഒരു ഇച്ചിരി ടൈറ്റായിട്ടുള്ള രൂപത്തിൽ തന്നെ ആണിത് വേണ്ടത്. ഇതേപോലെ കേട്ടോ, ഇതേപോലെ വീഴുന്ന ഈ രീതിക്ക് വേണം ഇതിങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കരയിൽ ഉപ്പുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ചില ശർക്കരക്ക് ഉപ്പുണ്ടാവേ, അപ്പം നോക്കി വേണം ഇടാനായിട്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതേപോലെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ട് വീഴുന്ന ഈ രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. എണ്ണയിൽ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശത്തവയില്ല, തവയിൽ നമ്മൾ അട ചുട്ടെടുക്കത്തില്ലേ, കൈ നനച്ച് ബാറ്റർ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി അതേപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഇത് ഇസുവിന് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കൊടുക്കാറുള്ള ഒരു ഇതാണ് റാഗി. കുറുക്കൊക്കെ ഇപ്പം അവളുടെ പ്രായം അനുസരിച്ച് കുറുക്കൊക്കെ കൊടുക്കലൊക്കെ തീർന്നു. അപ്പോൾ 3 വയസ്സാവാൻ പോകണം. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇയാൾ ഇരുന്ന് ഇത് കഴിച്ചോളൂ. ഇയാൾക്ക് ഇഷ്ടമാണ്, TV ഒക്കെ കണ്ടിരുന്ന് ഇതിരുന്ന് കഴിച്ചോളേ. അപ്പോൾ ഞാൻ 2-3 ട്രിപ്പായിട്ടാണ് ഇടുന്നത്. ഇത് ഇടുന്ന സമയത്ത് ഒന്ന് വേകാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ വെക്കുവേ. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ സാധാ മൂപ്പിച്ചെടുക്കണ പോലെ മൂപ്പിച്ചെടുക്കുക. ഇത് ഇസുവിന് ചെയ്യണ കാരണം ഞാൻ ഇതിനകത്ത് സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും ഇടുന്നില്ല, ഇത്രയും മാത്രമേ ഇടുള്ളൂ. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. ചില സമയത്ത് കൊച്ചിന് തേങ്ങ ഇഷ്ടമാവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. സോഡാപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി കൂടി സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇസുവിന് കൊടുക്കുന്ന സമയത്ത് ഞാൻ സോഡാപ്പൊടി ഒന്നും ഇടാറില്ല കേട്ടോ, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ചില സമയത്ത് അടയിട്ട് ഞാൻ അവൾക്ക് കൊടുക്കാറുണ്ട്. അടനയിലും കൂടുതലായിട്ട് അയാൾക്ക് ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മാറ്റി മറിച്ചൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കുവേ. ഈ അവശത പിടിച്ചിരിക്കണ പഴങ്ങളുണ്ടാവില്ലേ, കറുത്ത്, ആ പഴമൊക്കെ കൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് പഴുത്തത് ഞാൻ എടുക്കാറില്ല. തൊലിയൊക്കെ അങ്ങോട്ട് കറുത്ത് വരൂലേ, ആ ടൈമിൽ ഞാനിങ്ങനത്തെ ഇതുണ്ടാക്കി കൊടുക്കുവേ. ഇവയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും ഞാനിതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അയാൾക്കും തേങ്ങനോട് വലിയ താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ ഉണ്ടാക്കാറില്ല. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേറെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തും കൂടി നോക്കണേ.